അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ സംരക്ഷിച്ചതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങളും സംരക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അള്ളാഹു ചില ആളുകളുടെ ഒരു ധാരണയാണ് ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഹദീസുകൾ നമുക്കങ്ങനെ വിശ്വസിച്ചുകൂടാ, അതങ്ങനെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന രൂപത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക്, അള്ളാഹുവിന്റെ റസൂലെ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക്, നിന്റെ റബ്ബിൽ നിന്നും എന്താണോ നിനക്ക് എത്തിയിട്ടുള്ളത് അത് നീ ആളുകൾക്കിടയിൽ എത്തിക്കുക. വ ഇല്ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലത, ഞാൻ നിനക്ക് നൽകിയ വഹ്യ് നീ ആളുകൾക്കിടയിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ നീ നിന്റെ റിസാലത്ത് പൂർത്തിയാക്കിയിട്ടില്ല, എത്തിച്ചിട്ടില്ല. വല്ലാഹു യഅസിമുക മിനന്നാസ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിൽ നിന്നും നിന്നെ സംരക്ഷിക്കുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഒരാൾക്കും അതിൽ എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, എന്തെങ്കിലുമൊക്കെ കടത്തിക്കൂട്ടാൻ സാധിക്കുകയില്ല. അതിനു വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ ലോകത്ത് പകരം വെക്കാനില്ലാത്തതായ ഒരു രീതിശാസ്ത്രം, ഉസൂലുൽ ഹദീസ് എന്ന് പറയുന്ന രീതിശാസ്ത്രം, ഹദീസുകളെ വളരെ കൃത്യമായി വേർതിരിച്ചിട്ട് ഇതിലേതാണ് സ്വഹീഹ് ഏതാണ് ദഈഫ് നെല്ലും പതിനും വേർതിരിക്കാനുള്ള ശാസ്ത്രമുണ്ട്. ഇത് ലോകത്ത് മറ്റൊരു കാര്യത്തിനുമില്ല. നമ്മൾ ലോകത്ത് പല കാര്യങ്ങളും വിശ്വസിക്കാറുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ അങ്ങനെയായി, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇങ്ങനെയായി. ആര് പറഞ്ഞു? ആരോ പറഞ്ഞു, ആരോ എഴുതി വെച്ചു. അന്ന് ജീവിച്ച ആരോ എഴുതി വെച്ചു. ആരാണ് പറഞ്ഞത്? വല്ല വിശ്വസ്തനാണോ? ജീവിതത്തിൽ കളവ് പറയുന്ന ആരെങ്കിലും ആണോ? ലോകത്തെമ്മാടിയായിരിക്കും ഇതൊക്കെ എഴുതിയിട്ടുണ്ടാകുക. നമ്മൾ വിശ്വസിച്ച് പോരാ. അങ്ങനെ യുദ്ധം ഉണ്ടായിരുന്നു. ഒരു 100 വർഷം പിന്നിലുള്ള കാര്യം പോലും നമുക്ക് വ്യക്തമായി പറയുന്ന രേഖകളൊന്നുമില്ല. ആരോ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടെയുള്ള ഒരാൾ എഴുതിയിട്ടുണ്ട്, കണ്ടൊരു പത്രപ്രവർത്തകൻ പറഞ്ഞിട്ടുണ്ട്. ഏത് പത്രപ്രവർത്തകൻ? ആരാണ്? കളവ് പറയുന്നവനാണോ? നല്ല നിലക്കുള്ളവനാണോ? ഇങ്ങനെ കള്ളം പറഞ്ഞ രേഖ വല്ലതുണ്ടോ? ഒന്നും ആർക്കും അറിയുക പോലുമില്ല. എന്നാൽ ദീനുൽ ഇസ്ലാമിൽ ഹദീസ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ നിസ്സാരമായ കാര്യമല്ല. 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പിൽക്കാലത്ത് ഏതെങ്കിലും ഒരു മുഹദ്ദിസ് അത് രേഖപ്പെടുത്തുമ്പോൾ, ഇമാം മാലിക് രേഖപ്പെടുത്തുമ്പോൾ അതിന് പിന്നിൽ 3-4 സനദുകളുണ്ട്. അതിൽ പറയുന്നു ഇമാം മാലിക് റഹിമഹുല്ലാഹ് കേട്ടയാൾ, അതിൽ നിന്നും കേട്ടയാൾ, അതിൽ നിന്നും കേട്ടയാൾ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ 4 ആളുകളെ കുറിച്ചും ഗ്രന്ഥരചനകൾ മാത്രമുണ്ട്. റിജാലുകളെ കുറിച്ച് ഈ പേര്, ഇന്ന പേര് പറയുന്ന ആൾ, അയാൾ ഇന്നയാളാണ്. അയാളുടെ പേരിൽ ചിലപ്പോൾ ഉപ്പയുടെ ഉപ്പയും 2 പേരുടെ പേര് പോലും വ്യത്യാസം ഉണ്ടാവുകയില്ല. ചിലപ്പോൾ ഉപ്പാപ്പയുടെ പേരായിരിക്കും വ്യത്യാസം, ചിലപ്പോൾ 3 പേരുടെയും ഒരേപോലെ ആയിരിക്കും, പക്ഷെ തറവാട് കൊണ്ട് വ്യത്യസ്തനായിരിക്കും. ആ ആളെപ്പോലും നേർക്ക് നേരെ വളരെ കൃത്യമായി പഠിച്ചുകൊണ്ട് ഇന്നയാൾ ഇന്ന പേര് വന്നതാണെങ്കിൽ ഇയാൾ നമുക്ക് സ്വീകരിക്കാം, ഇയാളുടെ വാപ്പയുടെ പേര് ഇന്നതാണെങ്കിൽ, ഇന്ന ഗോത്രക്കാരനാണെങ്കിൽ അത് സ്വീകരിക്കാൻ പാടില്ല, ഇയാൾ ഷാമിൽ നിന്ന് പറഞ്ഞതാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്, ഇയാൾ ഹിജാസിൽ നിന്ന് പറഞ്ഞതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. വളരെ കൃത്യമായ രീതിശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ട് ഉസൂലുൽ ഹദീസ് എന്ന് പറയുന്ന വിജ്ഞാന ശാഖയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹദീസുകളെ സംരക്ഷിച്ചത് അങ്ങനെയാണ്. മുഹദ്ദിസുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയിമ്മത്തുകളിലൂടെ ഹദീസുകളെ സംരക്ഷിച്ചു. ഇന്ന് ഏതൊരു മനുഷ്യന് ഇന്നൊരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞ് എഴുതിയാൽ ഒരാൾക്ക് അത് കൊണ്ടുവരാൻ സാധിക്കില്ല. വെല്ലുവിളിയാണ് ഇസ്ലാമിന്റെ. ഒരാൾക്കും, എത്ര അറബി അറിയുന്ന ഒരാൾക്കും ഒരു ഹദീസ് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ തോന്നിയ ഒരു പരമ്പര പറഞ്ഞിട്ട് ഇത് റസൂലുള്ള പറഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹദ്ദിസുകളുടെ കയ്യിലെത്തിയാൽ അവർ നോക്കും ഇത് ഏത് ഗ്രന്ഥത്തിലാണ്, എവിടെയാണ് വന്നിട്ടുള്ളത്, ആരൊക്കെയാണ് ഇതിന്റെ റാവിമാർ, ഇത് എവിടുന്ന് വന്നു. ഇത്രയും നൂറ്റാണ്ടിന് ശേഷം ഒരു രേഖയുമില്ലാതെ ഒരു കണ്ണിയുമില്ലാതെ ഒരാൾക്കും ഒരു കാര്യം കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അത് തള്ളിക്കളയുന്നതായിരിക്കും. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം മുഴുവനും സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്നുപോലും അതിലെന്തെങ്കിലും ഒരു ന്യൂനത പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല.